ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പുതിയൊരു ബസ് റൂട്ടാണ്. നിലമ്പൂർ താലൂക്കിലെ 4 പഞ്ചായത്തുകളെ കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തുള്ള സർവീസാണ്. പമ്പാട് പഞ്ചായത്ത്, തിരുവാലി പഞ്ചായത്ത്, വണ്ടൂർ പഞ്ചായത്ത്, എടവണ്ണ പഞ്ചായത്ത്, 4 പഞ്ചായത്തുകളെ കണക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സർവീസാണ്. പമ്പാടിൽ നിന്ന് വണ്ടൂർ, തിരുവാലി, എടവണ്ണ, ഇവിടോട്ടാണ് സർവീസ് ആക്കുന്നത്. ഫുൾ റൂട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബസ് ഒന്ന് പരിചയപ്പെടാം. ബസ്സിൻ്റെ പേര് നിച്ചൂസ്. സച്ചു, നിച്ചു ഗ്രൂപ്പ് ഓഫ് കൺസേൺ എന്ന് കാണാം. ആ 2 പേരുള്ള ആൾക്കാരാണ് അവിടെ താഴെ നിൽക്കുന്നത്. മൂത്താള് സച്ചു, ഇളയാള് നിച്ചു. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 5 സ്കൂളാ? AMPC. ഓ, ഇവിടെ പഠിക്കുന്നുണ്ടോ? എത്ര ക്ലാസ്സിലാ? LKGയോ? ഈ സ്കൂളിലാ? വടപുറം സ്കൂളിലാ? ഓക്കെ. ഇതൊരു ടാറ്റ കൗളിൽ ഇറങ്ങുന്നൊരു ബസ്സായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ റീബിൽഡ് ചെയ്തിട്ടാണ് ഇപ്പം ഈ ഒരു ലുക്കിൽ നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നത്. KL 55 68 89 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. അപ്പോൾ മമ്പാട്, വണ്ടൂർ, തിരുവാലി, എടവണ്ണ, കുണ്ടുതോട് റൂട്ടിലാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. ഇനി ബസ്സിൻ്റെ സൈഡ് ലുക്കിലേക്ക് നോക്കാം കേട്ടോ. ഇവിടെ നിച്ചൂസിൻ്റെ പേര് ഇവിടെ വലുതായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മമ്പാട്, വണ്ടൂർ, എടവണ്ണ, കുണ്ടുതോട് എന്നുള്ള റൂട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ബാക്ക് ലുക്ക് വരുന്നത്. ഗ്ലാസ്സിലായിട്ട് മമ്പാട്, വണ്ടൂർ ആ റൂട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടൂർ, എടവണ്ണ, തിരുവാലി വഴി, അതുപോലെ എടവണ്ണ, കുണ്ടുതോട് അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ ഗ്ലാസ്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനോടും ചെക്ക് ചെയ്യാം. ടാറ്റ ചെയ്തുള്ള വണ്ടിയാണ്. ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററായിട്ട് ഫുള്ള് ടാറ്റയുടെ ലോഗോ 2 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡാഷ്ബോർഡ് ഫുള്ളൊരു റെഡിലാണ് ചെയ്തിട്ടുള്ളത്. ഓണറ്റേരിയ കുഷനൊക്കെ അടിച്ചത് ഇരിക്കാൻ പാകത്തിലാണ് ചെയ്തിട്ടുള്ളത്. അത് വണ്ടി 23 സീറ്ററാണ്. നല്ല അത്യാവശ്യം നല്ല ഹെഡ് റെസ്റ്റ് ഉള്ള സീറ്റുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് മമ്പാട് ടൗണിലാണ്. മമ്പാട് ടൗണിൽ നിന്ന് ഈ കാണുന്ന റോഡാണ് മമ്പാട് MES കോളേജ് റോഡ്. ഈ റോഡിലൂടെ മമ്പാട് ബേസ് ചെയ്തിട്ട് മമ്പാട്, വണ്ടൂർ റൂട്ടിൽ ഒരുപാട് ബസ് സർവീസുകൾ നടത്തുന്നുണ്ട്. ആ കൂട്ടത്തിലേക്കാണ് പുതിയ സർവീസായിട്ടുള്ള നിച്ചൂസ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് മമ്പാട് നിന്ന് കാരച്ചാലിലേക്ക് സർവീസ് നടത്തുന്ന സൊണാലി എന്ന് പറയുന്ന ബസ്സാണ്. മമ്പാട്, വണ്ടൂർ റൂട്ടിൽ എരഞ്ഞിക്കലിൻ്റെ ബസ്സുകളും അതുപോലെ സഫ, മർവ ഇവിടെ ബസ്സുകളും ഓൾറെഡി ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഒരു പുതിയ സർവീസ് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ 3 മണിക്ക് മമ്പാട് നിന്ന് ഡയറക്റ്റ് വണ്ടൂർ, തിരുവാലി, എടവണ്ണ, കുണ്ടുതോടേക്കുള്ള സർവീസിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ. ഈ വലത്ത് സൈഡിലാണ് മമ്പാട് പഞ്ചായത്തിൻ്റെ ഓഫീസുള്ളത്. മേപ്പാടം വഴി മമ്പാട്, വണ്ടൂർ സർവീസ് നടത്തുന്ന ബസ്സുകളൊക്കെ ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് മമ്പാട്. ഇനി ഇവിടുന്ന് റൈറ്റിലും ലെഫ്റ്റിലുമായിട്ടാണ് MES ഹയർ സെക്കൻഡറി സ്കൂളുള്ളത്. നടുവക്കാട് ഗവൺമെൻറ് LP സ്കൂൾ.
ഇതാണ് MES മമ്പാട് കോളേജ് ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്നതാണ് MES മമ്പാട് കോളേജ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റാൻഡിങ് ആയിട്ടാണ് പോണേ. മമ്പാട് പുളിക്കലോടി റോഡ് വീതി കൂട്ടാനുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. സൈഡിലായിട്ട് മെറ്റലൊക്കെ ഇട്ട് ലെവലാക്കിയിട്ടുണ്ട്. പണികളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിനി എത്തുന്നതാണ് പുളിക്കലോടി. പുളിക്കലോടിയിൽ നിന്ന് ലെഫ്റ്റ് പോകുന്നത് നിലമ്പൂർ റോഡ്, റൈറ്റ് പോകുന്നത് വണ്ടൂർ. നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. പുളിക്കലോടി ഇവിടുന്ന് ലെഫ്റ്റാണ് തൃക്കൈക്കുത്ത് റോഡ്. ഇതാണ് കമ്പനിപ്പടി. ഇവിടെ നമുക്ക് റൈറ്റാണ് ഇനി പോകേണ്ടത്. അതായത് നിലമ്പൂരിൽ നിന്ന് മഞ്ചേരിയിലേക്കുള്ള ഏറ്റവും ഷോർട്ട് വേ ഗൂഗിൾ മാപ്പിൽ പോലും ഈ റോഡാക്കി കാണിക്കുക കേട്ടോ. കമ്പനിപ്പടിൻ്റെ റൈറ്റ് കഴിഞ്ഞ് തിരുവാലി, മഞ്ചേരി. ഇതാണ് മാരമംഗലം ജംഗ്ഷൻ കേട്ടോ. പിന്നെ റൈറ്റും നമുക്ക് മമ്പാടേക്ക് പോകാവുന്നതാണ്. ലെഫ്റ്റ് കാട്ടുമുണ്ട. കമ്പനിപ്പടി മുതൽ തിരുവാലി വരെ നല്ല റബ്ബറൈസ് ചെയ്തിട്ട് അടിപൊളി റോഡാട്ടോ. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. അതുകൊണ്ടാണ് മഞ്ചേരിയിലേക്കുള്ള മിക്ക യാത്രക്കാരും ഈ റോഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെത്തുന്ന പന്തലിങ്കൽ. ഇന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ മേപ്പാടം, അവർക്ക് വഴി നമുക്ക് മമ്പാടി കയറാം. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടൂർ റോഡിലേക്ക് കയറാം. എരഞ്ഞിക്കലിൻ്റെ മിക്ക ബസ്സുകളും ഈ ഒരു റൂട്ടാട്ടോ സർവീസ് നടത്തുന്നത്. നമ്മളിനി തിരുവാലി ഗ്രാമപഞ്ചായത്തിലേക്ക് കയറുകയാണ്. മമ്പാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുവാലി പഞ്ചായത്തിലേക്കാണ് എൻ്റർ ചെയ്യണം. കോട്ടാല ജംഗ്ഷനിൽ നിന്ന് ഈ റോഡിലേക്കാണ് തിരിയുന്നത്. പുതിയതായിട്ട് ടാറിങ് കഴിഞ്ഞ റോഡാണ്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പ്രകാരം നിർമ്മിച്ചിട്ടുള്ള റോഡാണ്. കോട്ടാലി ഈ റോഡിൽ ചെന്ന് കയറുന്നത് അറബി കോളേജിൻ്റെ അവിടേക്കാണ്, മഞ്ചേരി റോഡിൽ.
ഇതാണ് തായങ്കോട്. ഇങ്ങനെ ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആൾക്കാരൊക്കെ അറിയണ്ടേ. അതൊക്കെ ഫോൺ അടിക്കണത്. ഇനി എന്തിനാണ് ഫോൺ അടിക്കുന്നതെന്ന് ചോദിക്കരുതേ. പടകാളിപ്പറമ്പിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു ടേൺ ചെയ്യാണ്. ഈ റോഡ് വർക്ക് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അറബി കോളേജിൻ്റെ എൻട്രൻസ് അതാണുണ്ട്. ആ ഓക്കെ. എത്തില്ലേ? ഇതാ നമ്മൾ വണ്ടൂർ മഞ്ചേരി റോഡിലേക്കാണ് ഇനി കയറുന്നത്. ഇനി ഈ വഴി നേരെ വണ്ടൂരിലേക്ക്. വണ്ടൂരിൽ നിന്ന് പിന്നെ തിരുവാലി. ഓക്കെ. വണ്ടൂർ ബോയ്സ് ഹൈസ്കൂൾ ജംഗ്ഷൻ. ലെഫ്റ്റൊക്കെ ഉണ്ടോ ബോയ്സ് ഹൈസ്കൂള്. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയമാണ് വലത് സൈഡിലുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടൂർ പഞ്ചായത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. തിരുവാലി കഴിഞ്ഞ് വണ്ടൂർ പഞ്ചായത്തായി. വലത് സൈഡിൽ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടൂർ. ഇടതുവശത്ത് പോലീസ് സ്റ്റേഷൻ, വണ്ടൂർ പോലീസ് സ്റ്റേഷൻ. വണ്ടൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. റൈറ്റ് പെരിന്തമണ്ണ തൃശ്ശൂർ റോഡ്. നേരെ പോകുന്നത് വാണിയമ്പലം കാളികാവ് പൂക്കോട്ടുംപാടം റോഡ്. ലെഫ്റ്റ് നിലമ്പൂർ റോഡ്. നമ്മളിനി ഇവിടുത്തെ നിലമ്പൂർ റോഡിലുള്ള അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡിലേക്കാണ് കയറാൻ പോകുന്നത്. നിലമ്പൂർ റോഡ്. ഇതാണ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്. വണ്ടൂരിൽ 2 ബസ് സ്റ്റാൻഡാണുള്ളത്. ഒന്ന് അങ്ങാടിപ്പൊയിൽ, ഒന്ന് മണലിന് ബസ് സ്റ്റാൻഡും. 2 ബസ് സ്റ്റാൻഡും ഈ വണ്ടി കവർ ചെയ്യുന്നുണ്ട്. നിറഞ്ഞ വണ്ടിയാണല്ലോ. വണ്ടൂർ പൂക്കോട്ടുംപാടം കാളികാവ് മഞ്ചേരി വണ്ടി. റോഡ് ടാർ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട്. നമ്മൾ എക്സിറ്റ് ഇറങ്ങി വീണ്ടും വണ്ടൂർ ജംഗ്ഷനിലേക്ക്. ഇനി നമ്മൾ മണലിന്മേൽ സ്റ്റാൻഡിൽ കൂടെ കവർ ചെയ്യാനുണ്ട്.
ഇതാണ് വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ തൃശ്ശൂർ മെയിൻ റോഡ്, സ്റ്റേറ്റ് ഹൈവേ, വടവറം പട്ടിക്കാട്. ഇത് കാളിയാറോഡ് നിന്നുള്ള ബൈപ്പാസാണ്. ഇതിൻ്റെ ഇപ്പുറത്താണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വണ്ടൂർ വരുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ വണ്ടൂരുള്ള റോഡാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ മണലിൽ ബസ് സ്റ്റാൻഡിലേക്കുള്ള എൻട്രൻസ്. പെരിന്തൽമണ്ണയിൽ നിന്ന് നിലമ്പൂർ സൈഡിലേക്ക് വന്ന ബസ്സുകളും കാളികാവ് നിന്ന് മഞ്ചേരി സൈഡിലേക്ക് വന്ന ബസ്സുകളൊക്കെ ഈ സ്റ്റാൻഡിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതുപോലെ മമ്പാട് വണ്ടൂർ ബസ്സുകൾ ഈ സ്റ്റാൻഡിൽ നിന്നാണ് പോവുക. മണലിന്മേ സ്റ്റാൻഡിൽ നിന്നുള്ള മഞ്ചേരി റോഡിലേക്കുള്ള എക്സിറ്റാണ് ഇത്. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള എക്സിറ്റ്. നമ്മൾ മഞ്ചേരി റോഡിലേക്ക് വീണ്ടും ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ റൈറ്റിലേക്കുള്ള റോഡ് നിലമ്പൂർ റോഡിൻ്റെ ബൈപ്പാസായിട്ട് ഉപയോഗിക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിന് വണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് കാര്യമായിട്ട്. ഈ റൈറ്റ് സൈഡിലാട്ടോ വണ്ടൂരിലെ മുന്നത്തെ പ്രശസ്തമായ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ശരണാലയ. ഈ റൈറ്റ് സൈഡിലാണ് ഓട്ടൺ പബ്ലിക് സ്കൂൾ ഉള്ളത്. നമ്മൾ ഈ വഴിയാണ് കയറി വന്നത് കേട്ടോ. അറബി കോളേജിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നതാണ് എളങ്കൂർ. ഇതാണ് പുന്നപ്പാല ജംഗ്ഷൻ. എളങ്കൂർക്കുള്ള റോഡാണ് ഈ കാണുന്നത്. എളങ്കൂർ മഞ്ചേരി സഫ മറവ എളങ്കൂർ വഴിക്കാണ്. തിരുവാലി നേരെ. റൈറ്റ് സൈഡിലുള്ളത് ഏറിയാട് AUP സ്കൂൾ. ഈ റോഡ് നേരെ തിരുവാലിയാണ്. അവിടുന്ന് രണ്ടായിട്ട് ടേൺ ചെയ്യും. ഒന്ന് മഞ്ചേരി, ഒന്ന് എടവണ്ണ. നമ്മൾ ഈ റോഡ് തന്നെ സ്ട്രെയിറ്റ് എടവണ്ണയ്ക്കാണ് പോകുന്നത്. മേലെ കോഴിപ്പറമ്പ്. ഈ റോഡിൽ പാലം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഡൈവേർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലം പണി നടക്കാണ്.
കോഴിപ്പറമ്പ് കേട്ടോ. ഇതാണ് തിരുവാലി വൈദ്യൻ്റെ ക്ലിനിക്ക്. നമ്മളെത്തുന്നതാണ് തിരുവാലി ടൗൺ. നമ്മളെത്തുന്നതാണ് തിരുവാലി ജംഗ്ഷൻ. ഇവിടുന്ന് ഈ വന്ന് കയറുന്ന വഴിയാണ് നമ്മൾ ഫസ്റ്റ് കമ്പനിപ്പടിയിൽ നിന്ന് കയറുന്ന വഴി. നേരെ കമ്പനിപ്പടിക്കുള്ള റോഡാണ്. തിരുവാലി ടൗൺ. ഇവിടെ ഇതാണ് ബസ് സ്റ്റോപ്പ്. നമ്മുടെ പ്രശസ്ത കുട്ടികളുടെ തുണികളുടെ ബ്രാൻഡായ ഓഫീസിൻ്റെ ഒക്കെ ഹെഡ് ഓഫീസ് തിരുവാലിയാണ് കേട്ടോ. ഇതാണ് മഞ്ചേരിക്കുള്ള റോഡ്. ഇത് എടവണ്ണ. അവിടെ നിന്ന് നമുക്ക് അരീക്കോടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഒരു വാട്ടർ ATM ഒക്കെ ഉണ്ട്. തിരുവാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസാണ് കാണുന്നത്. തിരുവാലി സ്കൂൾ പടി. മലപ്പുറം പഞ്ചായത്ത് GHS തിരുവാലി. ഞാൻ ഈ സ്കൂളുകളൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ സ്കൂളുകളൊക്കെ ഓപ്പൺ ആകും. കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു സർവീസാണിത്. ഈ ഗേറ്റ് നോക്കിയിട്ട് താഴെ ഒരു പഴയ 4 കെട്ട് മനയുണ്ട് താഴെ. നമ്മൾ എടവണ്ണ പഞ്ചായത്തിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. അപ്പോൾ 4ാമത്തെ പഞ്ചായത്ത് നമ്മൾ എൻ്ററാണ്. മമ്പാട്, തിരുവാലി, വണ്ടൂർ, ഇനി എടവണ്ണ. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ജാമിയ കോളേജ്. ചെമ്പക്കുത്തല്ലേ? ചെമ്പക്കുത്ത് അങ്ങാടി. റൈറ്റ് സൈഡിലാണ് എടവണ്ണ പോലീസ് സ്റ്റേഷൻ. ഇതാണ് ഹെൽത്ത് സെൻറ്റർ കമ്മ്യൂണിറ്റി. ഇത് ശാന്തി നഗർ. എസ് ടൂറിസം ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നത് ടൗണിൽ കയറാൻ പറ്റും. പക്ഷെ വലിയ വണ്ടി അതുവഴി പോകില്ല. നേരെ കാണാണ്ട് എടവണ്ണ CD ഹാജി സ്കൂൾ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. സ്കൂളിൽ കണ്ടത് ആ കണ്ടതാണ്. CD ഹാജി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് നമ്മൾ നിലമ്പൂർ മഞ്ചേരി റോഡിലേക്ക് കയറുകയാണ്. ഇതാണ് എടവണ്ണ ടൗണ്. നമ്മളിനി എടവണ്ണ ബസ് സ്റ്റാൻഡിൽ പോയിട്ടാണ് പിന്നെ കുണ്ടുതോടേക്ക് പുറപ്പെടുന്നത്. എടവണ്ണ ടൗൺ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയാണ്.
ലെഫ്റ്റ് സൈഡിലുണ്ട് രാജഗിരി ഹോസ്പിറ്റൽ വരുന്നത്. ഇതാണ് എടവണ്ണ ബസ് സ്റ്റാൻഡ്. എടവണ്ണയുടെ സ്വന്തം ചാലിയാർ ഗ്രൂപ്പിൻ്റെ ബസ്. മഞ്ചേരി അരീക്കോട് ബസ്സുകളൊക്കെ നിർത്തുന്നത് ഇപ്പുറത്താണ്. നമ്മൾ എടവണ്ണ ജാമിയ കോളേജ് ചളിപ്പാടം വഴി കുണ്ടുതോടൊക്കെയാണ് ഇനി ഇവിടുന്ന് പോകുന്നത്. നിലമ്പൂർ ബസ്സുകളൊക്കെ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നാണ് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉള്ളത്. ചാത്തല്ലൂർ അതായി എടവണ്ണ ചാലിയാർ ദോസ്ത് അരീക്കോടതായി ദോസ്ത്. സ്റ്റാൻഡ് ഫുള്ളാണ് കേട്ടോ. ചാലിയാർ 1, ചാലിയാർ 2, തവക്കൽ, ഇസ്റ്റൂസ്, CVS. ഇവിടുന്ന് ലെഫ്റ്റാണ്, സോറി ലെഫ്റ്റല്ല, മെയിൻ റോഡാണ്. നമ്മൾ റൈറ്റ് തിരിയുന്നു. നിലമ്പൂർ റൈറ്റാണ് ജാമിയ തിരുവാലി. ബസ്സിൻ്റെ ഫുൾ ടൈം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ ടൈമിങ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് CG ഹാജി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള്. നമ്മളിപ്പോൾ ഈ വഴി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ ജാമിയ വഴി വരെ ഈ റോഡിലാണ് പോണത്. അതിന് ശേഷം ചളിപ്പാടത്ത് നിന്ന് കുണ്ടുതോടിക്ക് ടേൺ ചെയ്യും. ഇത് അടിപൊളി ഗാർഡനിങ് ചെയ്ത് വിടാനുള്ള. ഇങ്ങനെ നമ്മളെത്തുന്നതാണ് ജാമിയ കോളേജ്. ഇതാണ് ജാമിയയുടെ എൻട്രൻസ് കേട്ടോ. നല്ല മനോഹരമായ എൻട്രൻസ് ആണ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ടേൺ ചെയ്യണത്. ജാമ്യ ഇരിക്കുന്ന സ്ഥലത്തിന് ചെമ്മക്കുത്ത് നിന്നാണ്. ഇവിടെ നമുക്ക് ചളിപ്പാടം. ഇവിടുത്തെ MLA PK ബഷീറാണ്. ഇടവണ്ണൽ തടിക്കച്ചവടക്കാർ ഒരുപാട് പേര് കേട്ടോ. ജാമിയ കോളേജിൻ്റെ കോമ്പൗണ്ടാണ്. അപ്പോൾ നിലവിൽ ഈ റൂട്ടിൽ ബസ് സർവീസ് ഇല്ലാത്തതാണ്. പണ്ട് KSRTCയുടെ ഗ്രാമവണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ഇതുവഴി ഒരു ട്രിപ്പ് നടത്തിയിരുന്നു. അതിപ്പോൾ ഓടുന്നില്ല.
അതിനുശേഷം ഇപ്പോൾ നിറ്റൂസാണ് ഇപ്പം കുണ്ടതോടേക്ക് ഈ ഒരു സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ടൗൺ ചളിപ്പാടം. അതാണ് ചളിപ്പാടം അങ്ങാടി. തിരിച്ചടവണ്ണയ്ക്ക് പോകാനുള്ള യാത്രക്കാരാണ്. ആ കാണുന്നുണ്ട് GMLP സ്കൂൾ ചളിപ്പാടം, എടവണ്ണ ഗ്രാമപഞ്ചായത്ത്. ഇതാണ് കുണ്ടുതോടിലേക്കുള്ള റോഡ്. റോട്ടിൽ ബസ്സിന് കുറേ നാൾക്ക് ശേഷം ബസ് ഓടുന്നുണ്ട്. പിള്ളേരൊക്കെ സന്തോഷത്തിലാണ്. ഇതൊന്നര കയറ്റാണ്. GLP സ്കൂൾ എരഞ്ഞിക്കോട്. അപ്പോൾ ഈ റൂട്ടിൽ ബസ് സർവീസ് തുടങ്ങിയത് പലരും അറിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ റീൽസും മാക്സിമം ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് എടവണ്ണ, വമ്പാട് പ്രദേശങ്ങളിലുള്ള, വണ്ടൂർ പ്രദേശങ്ങളിലുള്ള ആളുകളിലേക്ക് ഒന്ന് പ്രത്യേകിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഡെസ്റ്റിനേഷൻ കുണ്ടുതോട് അങ്ങാടിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് പോകുന്നത് മഞ്ചേരി റോഡ്, എടവണ്ണ മഞ്ചേരി, റൈറ്റ് നിലമ്പൂർ. ക്രൂവിനെ കൂടെ പരിചയപ്പെടാം. ഡ്രൈവർ പേര്? എൻ്റെ പേര് ലുക്മാൻ. ലുക്മാൻ. വീട് എവിടെയാ? എടവണ്ണ. എടവണ്ണ. ഇതിന് മുമ്പ് ഏത് ബസ്സിലായിരുന്നു? ഞാൻ ചാലിയാറിലുണ്ടായിരുന്നു. ഓ ഓക്കെ. പിന്നെ സൊണാലി എന്ന ബസ്സിലുണ്ടായിരുന്നു. ആ. പിന്നെ ഒരു 3-3.5 വർഷം ട്രഷറിൽ വർക്ക് ചെയ്തു. എരഞ്ഞിക്കൽ. ആ ഓക്കെ. എങ്ങനെയുണ്ട് യാത്രക്കാരുടെ ഒരു റെസ്പോൺസ്? എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട്? യാത്രക്കാർ ഇതുവരെ റെസ്പോൺസിന് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഇനി ആളായി വരണം അല്ലേ? ഇനി അറിഞ്ഞ് ആളാവും. റെഡിയാവും.
ഓക്കെ എല്ലാവിധ ഇതിന്റെ ചെറിയൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് ആൾ. ആ ആ ഓക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയാവും സ്റ്റാർട്ടിങ് അല്ലേ. ഓക്കെ എല്ലാവിധ ആശംസകളും. ഓ താങ്ക് യു. ഇനി കണ്ടക്ടർ പേര് ഷാക്കിർ, വീടെവിടാ? അതായി തന്നെയാണല്ലേ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ കുണ്ടുതോടുള്ള നാട്ടുകാരുണ്ട്, അവരോട് ചോദിച്ചേക്കാം. ചേട്ടാ പുതിയ സർവീസ് തുടങ്ങിയിട്ട് ഉഷാറാവൂലേ? നിങ്ങൾ ഉഷാറാക്കണം. ആ ആ നമുക്ക് ഉഷാറാക്കാം. ഓക്കെ. പേരെങ്ങനെയാ? പേര് അമീദ്. ഓക്കെ ഓക്കെ. ഇതാണ് കുണ്ടുതോട് ടൗണ്. കുണ്ടുതോട് ടൗണിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ ജാമിയ കോളേജ് ഇടവണ്ണയിലേക്കുള്ള റോഡ്. നമ്മളിനി കുണ്ടുതോട് നിന്ന് ചളിപ്പാടം ജാമിയ വഴി വീണ്ടും ഇടവണ്ണയിലേക്ക്. ഇനി രാവിലെ അടുത്ത ട്രിപ്പ് കുണ്ടുതോട് വരുള്ളൂ കേട്ടോ. ഇടവണ്ണ ഉദായി സർക്കോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഇടവണ്ണ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ടൈം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അവിടെ കയറി ചെക്ക് ചെയ്ത് നോക്കുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ, മുണ്ടേരി PCM.